വന്യജീവി ആക്രമണം തുടരുന്ന വയനാട്ടിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അല്പസമയത്തിനകം എത്തും. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കും. നാളെ കളക്ടറേറ്റിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, സംസ്ഥാന മന്ത്രിതല സംഘം എത്തിയപ്പോൾ വലിയ പ്രതിഷേധം കണ്ടതാണ്. പ്രത്യേകിച്ച് കേന്ദ്ര വന നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണം, ഭേദഗതി വരുത്തണമെന്ന ആവശ്യവും പ്രമേയവും ഒക്കെ സംസ്ഥാനത്ത് നിയമസഭയിൽ അടക്കം പാസാക്കിയതുമാണ്. ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്രമന്ത്രിയുടെ മുന്നിലും പ്രതിഷേധങ്ങളും ഈ ആവശ്യങ്ങളും ഒക്കെ എത്താൻ സാധ്യതയില്ലേ? ഗോകുൽ, വന നിയമങ്ങളിൽ മാറ്റം വരണമെന്നാവശ്യപ്പെട്ട് വയനാട് ജില്ലയിൽ തുടർച്ചയായ സമരങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് ജില്ല സന്ദർശിക്കാനിരിക്കുന്നത്. 5:30 അദ്ദേഹം ഇവിടെ എത്തും. ആദ്യം പാർട്ടി പ്രവർത്തകരുടെ യോഗമുണ്ട്. അതിനുശേഷം 5:45 ആയിരിക്കും അദ്ദേഹം അതായത് ഈ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുക. വൈകിട്ട് 6:30 ആദ്യ സന്ദർശനമാണ്. മൂടക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ വീട്ടിലാണ് അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്നത്. അതിനുശേഷം പാക്കത്തെ പോളിൻ്റെ വീട്ടിലും പിന്നീട് ഈ പടമലയിലെ അജീഷിൻ്റെ വീട്ടിലും അദ്ദേഹം സന്ദർശനം നടത്തും. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ശ്രദ്ധയാകർഷിക്കുന്ന, ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സന്ദർശനമായിരിക്കും വനമന്ത്രിയുടേത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി എംപിയുടെ മണ്ഡലമെന്ന നിലയിൽ ദേശീയ തലത്തിൽ വയനാട് ജില്ല ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനിടയിലാണിപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ സന്ദർശനം കൂടി വരുന്നത്. ഈ നിയമങ്ങളിൽ മാറ്റം വരണമെന്ന ആവശ്യത്തിൽ ജനങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യം വനം പരിസ്ഥിതി മന്ത്രിയെ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുടുംബങ്ങളും ഇതേ കാര്യങ്ങൾ മന്ത്രിയോട് ആവശ്യപ്പെടും. അതിനൊപ്പം തന്നെ ഈ കർണാടക സർക്കാർ ആശ്വാസ ധനസഹായം നൽകിയ 15 ലക്ഷം രൂപ ധനസഹായം നൽകിയതിനെ കർണാടകയുടെ BJP സംസ്ഥാന അധ്യക്ഷൻ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യവും കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽ അജീഷിൻ്റെ കുടുംബം പെടുത്തുമെന്നാണ് അറിയിക്കാൻ സാധിക്കുന്നത്. ഇന്നും നാളെയുമാണ് മന്ത്രി വയനാട് ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. നാളെ ബിഷപ്പിനെ ഉൾപ്പെടെ, മാനന്തവാടി ബിഷപ്പിനെ ഉൾപ്പെടെ സന്ദർശിക്കും. കാര്യങ്ങളെല്ലാം ജില്ലയിലെ സ്ഥിതിഗതികൾ ബിഷപ്പ് മന്ത്രിയെ ധരിപ്പിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം എന്ന് അദ്ദേഹം പറയും. അതിനുശേഷമായിരിക്കും ഈ വനം മന്ത്രിയുടെ മടക്കമുണ്ടാവുക. മറ്റൊരു കാര്യം, ഈ ബേലൂർ മഗ്നയെ 11-ാം ദിവസം പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അവസാനത്തെ ലൊക്കേഷൻ അനുസരിച്ച് കർണാടകത്തിലെ നാഗർഹോള വനത്തിൽ തന്നെയാണ് ഈ ആനയുള്ളത്. 13 സംഘങ്ങളായി കേരള ദൗത്യ സംഘം ഈ ആനയെ പിന്തുടരുന്നുണ്ട്, ആനയെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആന കൃത്യമായി എവിടെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. കർണാടക സംഘവും ഇതിനൊപ്പം തന്നെ ആനയ്ക്കൊപ്പമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആന കേരളത്തിലെത്തിയാൽ മാത്രമേ ഇനി മയക്കുവെടി വയ്ക്കുന്നതിനുള്ള അനുവാദമുള്ളൂ. ഹൈക്കോടതി വനത്തിൽ വെച്ച് ആനയെ മയക്കുവെടി വെക്കരുതെന്ന് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും അനുയോജ്യമായ സ്ഥലത്ത് ആനയെ ലഭിക്കുകയാണെങ്കിൽ മാത്രം മയക്കുവെടി വെച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചായിരിക്കും ദൗത്യ സംഘത്തിൻ്റെ ഒരു ഇനിയുള്ള മുന്നോട്ട് പോക്ക്. ഈ ബേലൂർ മഗ്നയെ പിടികൂടുക എന്ന ദൗത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വനം വകുപ്പ്. ഗോകുൽ. ശരി, അരുൺ പാറക്കലാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഇന്നും നാളെയും വയനാട്ടിലുണ്ട്. ഏതായാലും വയനാട്ടിലെ തുടർച്ചയായ വന്യമൃഗ സംഘർഷങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഈ സന്ദർശനത്തിലും ആ പ്രതിഷേധം ഉയരും. പ്രത്യേകിച്ച് കേന്ദ്ര വന നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന സംസ്ഥാനത്തിൻ്റെ ദീർഘകാലമായ ആവശ്യമുണ്ട്. അതിലുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം കേന്ദ്രമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നതും പ്രതീക്ഷയോടുകൂടി തന്നെ കാണുന്നുണ്ട് വയനാട്ടുകാർ.